അതുപോലെ ഇപ്പോൾ കോയിൻ ഫോർജ് ഒരു അഫിലിയേറ്റ് സിസ്റ്റത്തിൽ കൂടെ അല്ലെങ്കിൽ ഒരു റെഫറൽ പ്രോഗ്രാമിൽ കൂടെയാണ് ഇതിപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഏറ്റെടുക്കുന്ന ഒരാൾക്ക്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോസ്പെക്റ്റുകളായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, അവരിലേക്ക് ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് ഒരു ജനറലി ഒരു ഇൻഡെപ്തിലല്ല ഒരു ഐഡിയ കൊടുക്കാനായിട്ട് എങ്ങനെയാണ് ഒരു ചെറിയ കണ്ടന്റ് പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിൽ ക്രിപ്റ്റോ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ടോക്കണോമിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് നടക്കുമ്പോൾ നോർമലായിട്ട് എയർ ഡ്രോപ്പ് വെച്ചിട്ട് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പബ്ലിക്കിലേക്ക് കൊണ്ടുവരാം. അതിന് പ്രത്യേകിച്ച് പ്രോജക്റ്റുകൾ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഡെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണെന്നല്ല 99.9% അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. എന്നാൽ പ്രോജക്റ്റുകളുള്ള ഈ പറഞ്ഞ ടോക്കൺ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോയിൻ ഫോർജിന്റെ ടോക്കൺ ആളുകളിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ പറഞ്ഞ 15 കോടിയോളം ക്വാണ്ടിറ്റി റഫറലിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. ഇത്രയും ക്വാണ്ടിറ്റി ആളുകൾ ഹോൾഡ് ചെയ്യുമ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് ഇതിന്റെ വൈറ്റ് പേപ്പർ, ഇപ്പൊ ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ അതിനൊരു വൈറ്റ് പേപ്പർ ഉണ്ടാവും. ടോക്കൺ ഇറങ്ങുന്നതിന് മുമ്പ് അതിനൊരു വൈറ്റ് പേപ്പർ ഉണ്ടാവും. വൈറ്റ് പേപ്പറിൽ എങ്ങനെയാണോ ആ ടോക്കണോമിക്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, മൈനിങ് പ്ലാൻ എങ്ങനെയാണ്, ഓരോ ക്വാണ്ടിറ്റിയും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഇത് പ്രോജക്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഗെയിം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ മാർക്കറ്റ് പ്ലേസ്, നമ്മുടെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് പോലെ NFT മാർക്കറ്റ് പ്ലേസിൽ അവിടുത്തെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഈ ടോക്കൺ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, ഇപ്പം മെറ്റാവേഴ്സ് പോലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ ടോക്കൺ കളക്ട് ചെയ്തു വെച്ചതിന്റെ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നത്, ഫിനാൻഷ്യൽ ഒരു റിസൾട്ട് എടുക്കാൻ പറ്റും. നിലവിലെ റോഡ് മാപ്പ് പ്രകാരം ഈ പറഞ്ഞ ഗെയിമിംഗ് ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റ് പ്ലേസ് പോലെയുള്ള സംഭവങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോഡ് മാപ്പിൽ ക്ലിയർ ആണ്. അതിലെല്ലാത്തിലും ഉപരി ഈ പറഞ്ഞ റഫറൽ പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആ റഫറൽ വരുമാനം കിട്ടുന്നതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ലെവൽസ് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈവൻ എല്ലാ മാസവും ഒരു 1-ാം തീയതി റോയാലിറ്റി കിട്ടുന്ന എലിജിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റിൽ റൺ ചെയ്യുന്നതുകൊണ്ടും എക്കോസിസ്റ്റം ടൈം ഫ്രെയിം പ്രകാരം തന്നെ ലോഞ്ച് ചെയ്യുന്നത് കൊണ്ടും നമുക്കറിയാൻ പറ്റും. ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ആ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പം നിലവിൽ നിൽക്കുന്ന റോഡ് മാപ്പിന് അതിന്റെ ബേസിക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഗെയിമിങ്ങിൽ എപ്പോഴും യൂട്ടിലിറ്റി ആയിട്ട് ഒരു ടോക്കൺ വരുമ്പോൾ റെഗുലറായിട്ട് ആളുകൾ യൂസ് ചെയ്യുമ്പം അതിന്റെ ഡിമാൻഡ് ഗ്രാജുവലി കൂടും. അത് മാർക്കറ്റ് പ്ലേസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഫ്യൂച്ചറിലേക്കുള്ള കുറെ യൂട്ടിലിറ്റി യൂസ് കേസുകൾ ബിൽഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ചെയ്തു വെച്ച ഏർലി സ്റ്റേജിൽ കളക്ട് വെച്ച ടോക്കൺ എന്ന് പറയുന്നത് അതൊരു അസറ്റായിട്ട് തന്നെ